ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ഫോൺ എടുത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ബ്രേക്ക് ചെയ്യാവും. ഇത്രം വരെ ഉള്ളു, സത്യം പറ, പോരട്ടെ എങ്ങനെ? പോരട്ടെ, ഇനി ഉണ്ടാവും. അപ്പൊ എന്താ, നമ്മളെല്ലാരും വീട്ടിൽ വല്ലാണ് ജീവിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പം ജസ്റ്റ് എന്താ പറയാ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ എന്താ ഒരു OTP സ്കാം, ഒരു OTP സ്കാം കോൾ വന്നു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതിലൊക്കെ പറയുന്നേ, അതൊക്കെ പോട്ടെ. നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇന്റേൺഷിപ്പ് ഓഫർ ലെറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഫേക്ക് ഇന്റേൺഷിപ്പ് ഓഫ് ലെറ്റർ വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നിങ്ങൾ അതിനെന്താ, എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുക? ഓക്കെ, ഇഗ്നോർ ചെയ്യും. വേറെ ചിലരും ഒക്കെ ഇഗ്നോർ ചെയ്യും, ബട്ട് പെട്ടെന്ന് അത് കണ്ടിട്ടില്ലാത്ത, അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫറൊക്കെ വന്നാൽ ചാടി കയറുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞേ. ഓ, അതിൽ പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് സെമിൽ തന്നെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് ഞാൻ ഫസ്റ്റ് ടൈം ഫില്ല് ചെയ്ത് പോയി. അതുകഴിഞ്ഞ് പിന്നെ അവര് വിളിച്ചു, അങ്ങനെ കോണ്ടാക്ട് ഉണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് മാറ്റി. ഓക്കെ, ഇപ്പം എന്താ OTP സ്കാം കോൾ വരിക, അല്ലെങ്കിൽ ഫേക്ക് ഓഫർ വരിക, അത് എന്താ ഫേക്ക് ജോബിന്റെ ഇമെയിൽ വരിക, അതുപോലെ വാട്സപ്പ് ലിങ്ക് ഫിഷിംഗ് വരിക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ആകുക, അല്ലെങ്കിൽ എന്താ UPI ഫ്രോഡ്സ് നടക്കുക, ഇതെല്ലാം എന്താ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താ, ഇതെല്ലാം സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു, ജസ്റ്റ് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞോളൂ. സോ ബേസിക്കലി ഡിജിറ്റൽ അറ്റാക്സ് അല്ലെങ്കിൽ അങ്ങനെ അൺഓതറൈസ്ഡ് ആക്സസ്, അതിനൊക്കെ ഒരു റെസ്ട്രിക്ട് സെക്യൂർ ചെയ്യണം മെത്തേഡ്. സൈബർ സെക്യൂരിറ്റി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുക, പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ പൈസ പ്രൊട്ടക്ട് ചെയ്യുക, ഡിവൈസസ് പ്രൊട്ടക്ട് ചെയ്യുക, ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുക, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് എന്താ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊട്ടക്ടിങ് കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്വർക്ക്, ആപ്ലിക്കേഷൻസ് ആൻഡ് സൈബർ അറ്റാക്ക്. എന്താ ഡിജിറ്റൽ ലോകത്തിന്റെ സുരക്ഷയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെന്താ, നമ്മുടെ വീട്ടിൽ ഡോർ ലോക്ക് ഉണ്ട്, ലോക്കുണ്ടോ? ഓക്കെ, അതായത് ലോക്ക് എന്തിനാണ് നമ്മൾ വെക്കുന്നത്, നമ്മൾ വീട്ടിന് എന്താ താഴെ പൂട്ട് വെക്കും. ഓക്കെ, ഇപ്പം പുതിയ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 3 ടൈപ്പ് ലോക്ക് ഉള്ള വീടുകളുണ്ട്. ഓക്കെ, എന്തിനാ അത്ര ഇതായിട്ട് വീട് പൂട്ടിയിട്ടിട്ട് നമ്മൾ പോകേണ്ട കാര്യം, എന്തിനാ അങ്ങനെ ഒരു ലോക്ക് വെക്കുന്നത്? പുറത്തുനിന്ന് ആരും കയറി അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ, ഇപ്പൊ നമ്മളുടെ സാധനങ്ങൾ ഓക്കെ, നമ്മുടെ വീട് ഓക്കെ ഓക്കെ നമ്മുടെ വീടിന്റെ സെക്യൂരിറ്റിക്ക്. അപ്പൊ അതുപോലെ തന്നെ എന്താ നമ്മുടെ കമ്പ്യൂട്ടറിന് സെക്യൂരിറ്റി ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിന് സെക്യൂരിറ്റി ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിന് മൊബൈൽസിനും ഒക്കെ സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് വെബ്സൈറ്റിന് സെക്യൂരിറ്റി വേണം, മൊബൈലിന് സെക്യൂരിറ്റി വേണം, ക്ലൗഡിന് സെക്യൂരിറ്റി വേണം, ഇതെല്ലാം സെക്യൂരിറ്റി വേണം. സോ അതുപോലെ തന്നെ നമ്മുടെ വീട് സെക്യൂർ ആയിട്ട് എത്തുന്ന പോലെ തന്നെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സെക്യൂർ ആക്കാൻ വേണ്ടിയുള്ളതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇതാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ മാക്സിമം സിമ്പിൾ വേർഡ്സിലേ പറയാറുള്ളൂ, അത് വെച്ചാൽ സ്റ്റുഡൻസിന് നന്നായിട്ട് മനസ്സിലാകുക എന്ന രീതിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാം. ഓക്കെ, പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഓക്കെ സർ. ഇപ്പം നിങ്ങളെല്ലാവരും എത്തിക്കൽ ഹാക്കിംഗ്
ഭയപ്പെട്ടിട്ടാ വന്നേന്നൊക്കെ പറഞ്ഞു. എത്തിക്കൽ ഹാക്കിംഗ് എന്നറിയാം. പറഞ്ഞു. പറഞ്ഞോളൂ. എത്തിക്കൽ ഹാക്കിംഗ് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കും. നമ്മൾ ചുമ്മാ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു പോകാതെ നിങ്ങൾ എന്താ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞ് എനിക്ക് വയസ്സ് പോകാന്നുണ്ടെങ്കിൽ അത് എനിക്ക് യൂസ്ഫുൾ ആവും, എനിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്തോ പറഞ്ഞു പോകുന്നു, നിങ്ങൾ അവിടെ കേട്ടിരിക്കുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ ഒന്ന് ആക്റ്റീവ് ആയാൽ നല്ലതായിരിക്കും. എത്തിക്കൽ ഹാക്കിംഗ് എല്ലാവർക്കും എത്തിക്കൽ ഹാക്കർ കേട്ടാലും അല്ല ഒരു ഹാക്കർ, എല്ലാവർക്കും ഹാക്കർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ എന്താ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്താ, നമുക്ക് വരുന്ന ഈ സിനിമക്കൊക്കെ കാണുന്ന പോലെ കാതലൻ അല്ലെങ്കിൽ അഞ്ചാം പാതിര അതുപോലുള്ള സിനിമക്കൊക്കെ കണ്ടിട്ടുള്ള ഒരു ഹാക്കിംഗ് ഉണ്ടാവും. സോ അതൊക്കെയാണ് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ മൈൻഡിലേക്ക് ഓടി വരാറ് അല്ലേ? അങ്ങനല്ലേ? പറയാൻ ആരും ഓക്കെ, നെക്സ്റ്റ് എങ്കിലും ചെയ്യുക. ഓക്കെ ഓക്കെ. യഥാർത്ഥത്തിൽ എന്താണ് ഹാക്കർ എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ ഹാക്കർ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അതെന്ത് പറയാൻ വന്നല്ലോ. ഇപ്പൊ എത്തിക്കൽ ഹാക്കർ എന്ന് പറഞ്ഞാൽ ആരാ? പെർമിഷൻ വാങ്ങിയിട്ട് അല്ലെ പെർമിഷനോട് കൂടി എന്താ സെക്യൂരിറ്റി ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് എത്തിക്കൽ ഹാക്കർ. ഓക്കെ, ഇപ്പൊ ഹാക്കേഴ്സിന്റെ ടൈപ്പ് നമുക്ക് എന്താ ഒരു കുറച്ച് ഹാക്കേഴ്സ് ഉണ്ട്. ഓക്കെ, അത് ഈ വൈറ്റ് ഹാക്കർ എന്ന് പറയും, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന് പറയും, അതുപോലെ തന്നെ ഗ്രേ ഹാറ്റ് ഹാക്കർ എന്ന് പറയും. ഇപ്പൊ ടെക്സ്റ്റിന്റെ അകത്ത് ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് കണ്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതനുസരിച്ച് പറഞ്ഞാൽ. ഇപ്പൊ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അതൊരു നല്ലൊരു ആൾക്കാരായിരിക്കും, ഗുഡ് പീപ്പിൾ ആയിരിക്കും. വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞാല് പൊതുവെ നല്ല രീതിയിൽ ഐ മീൻ എന്താ പറയാ ഒരു കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അവരുടെ കമ്പനിയുടെ പെർമിഷനോട് കൂടിയിട്ട് നിൽക്കുന്ന ആൾക്കാര്. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ. പിന്നെ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിനെയാണ്. അതൊക്കെ അറിയാം, പക്ഷെ ഉപയോഗിക്കാൻ മര്യാദയ്ക്ക് അറിയില്ല എന്ന പോലത്തെയാണ് ഗ്രീൻ ഹാറ്റിൽ പറഞ്ഞത്. ഇനിയും കുറെ പറഞ്ഞതിലെന്ന് പറഞ്ഞാല് വൈറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ബ്ലാക്ക് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ലീഗൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഡേറ്റ മാൽവെയർ, റാൻസംവെയർ പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻജെക്ട് ചെയ്യുക, അത് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരായി എന്താ ബ്ലാക്ക് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതല്ല. ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിച്ചത് ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല ഗ്രേ അല്ല, ഞാൻ ഗ്രീൻ പറഞ്ഞ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന്റെ കൂട്ടായിരിക്കും. അവരുടെ എന്തൊക്കെയോ ചെയ്യാനുള്ള പോലെ, പക്ഷെ വലിയ ഡീറ്റെയിലുള്ള ഡാറ്റാസ് ഉണ്ടാവില്ല. ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കും, പക്ഷെ അത് പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്യാം, അങ്ങനത്തെ രീതിയിൽ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഗ്രീൻ ഹാറ്റ് ഹാക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പം ആള് പറഞ്ഞാൽ കുറച്ചും കൂടെ പറഞ്ഞുതരാം, നെക്സ്റ്റ് പറഞ്ഞുതരാം. ഗ്രീൻ ഹാക്കർ എന്ന് പറയുമ്പോൾ ഇപ്പൊ സൈബർ സെക്യൂരിറ്റിയിലേക്ക് പുതിയതായിട്ട് ഒരു ആള് ഇപ്പൊ എന്താ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ബിഗിനറാണ്. ഓക്കെ, ഇപ്പം ഒന്നേ ലേണറാണ് അല്ലെങ്കിൽ ബിഗിനറാണ്. ഓക്കെ, ഇവർക്ക് എന്താ ഹാക്കിങ്ങിൽ സൈബർ സെക്യൂരിറ്റിയിൽ എന്താ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താ അവര് പുതിയതായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എന്താ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും ആയിരിക്കുന്നത്. ഓക്കെ, എന്താ
അതുകൊണ്ട് തന്നെ എന്താ അവർക്ക് അത്ര വലിയതായിട്ട് കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. അപ്പൊ പക്ഷെ അവർ അറിയാവുന്ന കാര്യങ്ങളല്ലെങ്കിൽ എന്താ ഉള്ള ടൂൾസ് വെച്ചിട്ട് ഇപ്പൊ ആരൊക്കെയോ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ടൂൾസോ അല്ലെങ്കിൽ അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വെച്ചിട്ട് മാത്രം മറ്റും ചെയ്യുന്ന ആൾക്കാരാണ് ഗ്രീൻ ഹാറ്റ് ഹാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും വേറെ ഡൗട്ട് ചോദിച്ചോ. ഓരോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓരോന്ന് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും പറ്റും. കാലിനെക്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ കാലിനെക്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കമാൻഡ്സ് ചെയ്യാനായിട്ട് ടെക്നോളജി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കളയിനെക്സ് വേണം, നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. ആർക്കും ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് എന്തൊക്കെയാ ഇത് പഠിപ്പിക്കുന്നതൊന്നും അറിയണ്ട. എന്ത് പിള്ളേർ ഓക്കെ, ഞാനിപ്പോ ഷെയർ ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സിലബസ് പറഞ്ഞാൽ ഫസ്റ്റ് വീക്ക് ലിനക്സ് ഫണ്ടമെന്റൽസ് ആണ്. ഓക്കെ, അത് നമ്മൾ ഓവർ ദ വയർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൻ്റെ നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയും, അതായിരിക്കും ചെയ്യുക. അത് നമ്മൾ 50 വരെ ആയിരിക്കും ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓരോന്ന് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് വീക്ക് 2 നമ്മൾ പെൻടെസ്റ്റിംഗ് ആയിരിക്കും ചെയ്യുക, പെൻടെസ്റ്റിംഗ് ലാബ്സ് ആയിരിക്കും ചെയ്യുക. ഓക്കെ, നമുക്ക് ഓരോന്നും ഓരോ ക്ലാസ് അനുസരിച്ച് പറഞ്ഞു പോകാം. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ, നമുക്കത് ഓരോന്നും പറഞ്ഞ് കൺഫേം ആക്കി പോകാം. ഓക്കെ, ഇതിൻ്റെ നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൻ്റെ ഇപ്പം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയാൽ സ്വന്തമായിട്ട് പഠിച്ചാൽ നമ്മളൊരു ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആകാൻ നമ്മൾ ഈ നമ്മളൊന്നും പഠിക്കുന്നത്. അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ പഠിക്കാൻ. ഓക്കെ, നമ്മൾ ഇല്ലീഗൽ അല്ല ഇവിടെ പഠിപ്പിക്കുന്നതെന്നുള്ള മെയിൻലി മനസ്സിലാക്കുക. നമ്മളെന്താ നമ്മളിവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അറ്റാക്കേഴ്സിൽ നിന്ന് സംരക്ഷണം കിട്ടാനും കമ്മ്യൂണിറ്റി വേണ്ടി നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുക. അത് നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി എങ്ങനെ ജോലിക്ക് കയറാമെന്നൊന്നും അറിയണ്ട. നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചാൽ മാത്രം എങ്ങനെ ജോലിക്ക് കയറാം, എന്തൊക്കെ വേണം ജോലിക്ക് കയറാനായിട്ട്, അതൊന്നും അറിയണ്ട. പിള്ളേർ ഒരു ഡൗട്ട്. ചെയ്യോ? ഓക്കെ, ഓരോന്നായിട്ട് ചോദിക്കാം. അപ്പൊ അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ? അപ്പൊ സാറ് ഇത് പറഞ്ഞോ എങ്ങനെ ജോലിക്ക് കയറാന്നുള്ളത്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി എന്താ പറയാന്ന് വെച്ചാൽ ജോലിക്ക് കയറാനായിട്ട് ജസ്റ്റ് എന്താ ഒരു ഡിഗ്രി മാത്രം പോരാ. ഓക്കെ, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഒരു എൻട്രിയിൽ കയറണമെന്നുണ്ടെങ്കിൽ മെയിൻലി നമുക്ക് വേണ്ട ഫസ്റ്റ് സാധനം സ്കില്ലാണ്. സോ നിങ്ങൾ ജസ്റ്റ് സൈബർ സെക്യൂരിറ്റി ജോബ് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റിങ്ങിൽ നോക്കിയാൽ അല്ലെങ്കിൽ സ്റ്റോക്കിലേക്ക് നോക്കിയാൽ ഏതിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹയറിങ്സിലും 2-6 months എന്താ എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. സോ ആ എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്, റിയൽ ടൈം ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കാറ്. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് സൈബർ സെക്യൂരിറ്റി കയറാൻ വേണ്ടി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇല്ല. സോ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു പെട്രോൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഡിഗ്രി വേണം, ഡിഗ്രി മാൻഡേറ്ററി എന്ന ലെവലാണ്.
ബട്ട് എന്താ ഡിഗ്രി ഉള്ളത് കൊണ്ട് ജോലിക്ക് കയറാമെന്ന് പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഇതാണ്. സെക്കൻഡ് ആണ് ഡിഗ്രി, തേർഡ് വൺ ആണ് എന്താ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ സർട്ടിഫിക്കേഷൻസ് എടുക്കുകയെന്ന് ചോദിച്ചാൽ എൻട്രി ലെവൽ വരുന്നത് GH-ഉം OMDS ആണ്. കേട്ടിട്ടുണ്ടോ? എവിടെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രൊഫൈൽസ് കാണുമ്പോൾ CH എന്നൊക്കെ ഇഷ്ടം പോലെ നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഒരു ഡൗട്ട്, ഞാൻ മുന്നേ ഇങ്ങനെ സൈബർ സെക്യൂരിറ്റി കാര്യം നോക്കുമ്പോൾ ഇങ്ങനെ TCP IP ലൈക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസോ അങ്ങനെ കുറെ കാണിക്കാറുണ്ടായിരുന്നു. സോ അത് ഇതിലൊരു വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇതാണോ ടോപ്പിക്കായിട്ട്? നെറ്റ്വർക്കിംഗ് നമുക്ക് ആവശ്യമുണ്ട്, ബട്ട് എന്താ നെറ്റ്വർക്കിംഗ് അത്ര ഡീപ്ലി വേണ്ട ആവശ്യമില്ല. ബട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ബേസിക് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? സർ വേറെ ഒരു ഡൗട്ട് ഉണ്ട്. സോ ഇപ്പോ റീസെന്റ് ഇവിടെ ക്ലാസ് പറയാറുണ്ടായിരുന്നു സൈബർ സെക്യൂരിറ്റി ഒരു വാസ്റ്റ് ആണ്. പക്ഷെ അതിൽ ഇപ്പോ AI ഇൻ സൈബർ സെക്യൂരിറ്റി എന്ന് മറ്റൊരു വരുന്നുണ്ട്. അപ്പോ അത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പേരുടെ ജോബ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അതെങ്ങനെ എഫക്ട് ചെയ്യും ഇനി ഫ്യൂച്ചർ? ഇപ്പൊ കോമൺലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ് എഴുതുന്നത് കൊണ്ട് തന്നെ ജോലി പോകും. ഇതിൽ മെയിൻലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AI വന്നെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. ഓക്കെ, ആ ഇപ്പൊ AI കാലഘട്ടത്തിൽ AIയിലേക്ക് എത്രമാത്രം നിങ്ങൾ AIയിലേക്ക് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ AI സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇത് AI സ്കില്ല് ഇല്ലാത്ത സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി എത്താൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ റംസാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ള വോയിസായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് പൂർണ്ണമായിട്ടും ഇതിൽ ഫുള്ള് കയറാൻ പറ്റില്ലല്ലോ എന്നുള്ളതില്ല. എന്താണ് പറഞ്ഞത്? ക്ലിയർ ആയില്ല. അല്ല, എനിക്ക് ഫുള്ളായിട്ട് ഇതിൽ കയറാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. കറക്റ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പറയണ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എനിക്ക് ഈ ഫീൽഡില് കംപ്ലീറ്റ് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഇല്ലോ അല്ലേ? ഇപ്പൊ ഏതാ പഠിക്കുന്ന? ഏതായിരുന്നു? ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇല്ല, അങ്ങനൊരു വിഷയം വരുന്നില്ല. നിങ്ങൾക്ക് ഡിഗ്രി നോർമലി CS ഡിഗ്രി കമ്പനീസ് ചോദിക്കാറുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമുക്ക് സ്കില്ലാണ്. നിങ്ങൾക്ക് കമ്പനിക്ക് ആവശ്യമായ സ്കില്ലുണ്ട്. എന്താ കമ്പനി ഇപ്പൊ അവരുടെ സെക്യൂരിറ്റി നിങ്ങളെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാണ് എന്ന് നിങ്ങളെ തോന്നിയാൽ നിങ്ങൾ ഏത് ഡിഗ്രി ആണെങ്കിലും ഹയർ ചെയ്യും. ഇപ്പൊ കോമൺലി പറയുന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് കയറിയവരുണ്ട്. ഇപ്പൊ BA എക്കണോമിക്സ് പഠിച്ച ആൾക്കാർ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്നവരുണ്ട്. അതും ഇപ്പൊ ലേറ്റസ്റ്റ് എൻട്രി ലെവൽ BCom കഴിഞ്ഞിട്ട് ആൾക്കാരുണ്ട്. സോ അവർ BCom ആണ് ഡിഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് സൈബർ സെക്യൂരിറ്റിയിൽ വാലിഡായിട്ട് ഉണ്ട്. നല്ല നല്ല കമ്പനി ഇംപ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കുള്ളത് കൊണ്ടാണ് അവർ ജോലിക്ക് വേറെ ഡൊമൈൻ ആയിട്ട് പോലും കയറിയിട്ടുള്ളത്. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് നിങ്ങൾക്ക് സ്കില്ലാണ് വേണ്ടത്, സെക്കൻഡ് വൺ ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. സോ തേർഡ് വൺ സർട്ടിഫിക്കേഷൻ. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്കില്ല് ചെയ്യുക. ഡെയിലി ഇപ്പൊ നമുക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോംസ് അറിയാവോ? CSE പഠിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം അറിയാവുന്ന ഒരു ധാരണ. അറിയാവോ ഇല്ലെന്ന് പറഞ്ഞാൽ കൊള്ളാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ?
അപ്പൊ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ജസ്റ്റ് എന്താ പറയാ നമ്മൾ പറയാൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്താ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിപ്പം ഏതൊക്കെ പറഞ്ഞാൽ ട്രൈ ഹാക്കിംഗ് എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾക്കാർ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ട്രൈ ഹാക്കിംഗ് ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും തിയറി പഠിച്ചു പോകുക എന്നല്ല, എന്തെങ്കിലും ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനെ പാസ് ഉണ്ടാവും. ഈ പാസ് അനുസരിച്ച് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. സ്ക്രാച്ച് തൊട്ടാണെന്നുണ്ടെങ്കിൽ ഫ്രീ സെക്യൂരിറ്റി ഉണ്ട്, സൈഡ് സെക്യൂരിറ്റി 0.0 ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതിൽ എനിക്ക് ചലഞ്ചസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഇതേപോലെ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ കളി ഇതിന്റെ ഇതിന്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലിങ്ക്ഡിലും മറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മൊത്തത്തിൽ ഫ്രീ ആന്ന് പറയത്തില്ല, എന്നാലും കുറച്ചൊക്കെ ഫ്രീ ഉണ്ട്. ഇതുപോലെ കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആഡാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ മന്ത്ലി ഏകദേശം ഇപ്പം നിങ്ങൾ മന്ത്ലി ആണെന്നുണ്ട് ഏകദേശം 499 ആണ് വരുന്നത്. ഒരു എന്താ പറയാ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യുന്ന എമൗണ്ട് ഇത്തിരി കൂടെ കൂടുതൽ റേഞ്ച് ഒക്കെയാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നെറ്റ്വർക്ക് റീചാർജ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിന് ഇത്തിരി കൂടെ ആവശ്യമില്ലാതെ നമ്മൾ പൈസ എവിടെയൊക്കെ കളയാനുണ്ടാവും. സോ അതിന് ചെറിയ കുറച്ചും കൂടെ വലിയ എമൗണ്ടേ വരുന്നുള്ളൂ, 550 മന്ത്ലി. ഇപ്പൊ നിങ്ങൾ ഇയർലി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ 374 കിട്ടും. അതുപോലെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോമാണ് ഹാക്ക് ദ ബോക്സ് എന്ന് പറയും. അതും ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ എന്താ ചെയ്ത് പഠിക്കാൻ പറ്റും നമുക്ക്. ഫ്ലാഗ് എന്നൊക്കെ പറയും. ബിസിനസ് ആയതുകൊണ്ട് തന്നെ എത്രമാത്രം പറയുന്നത് ക്ലിയർ ആകുമെന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ക്ലാസ്സിലേക്കൊക്കെ വരുന്നതിനനുസരിച്ച് ഓരോന്നും പറഞ്ഞിരുന്നതിനനുസരിച്ച് പറഞ്ഞുതരാം. നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാർ ഒരു ഡൗട്ട് ഉണ്ട്. ഈ മറ്റേ ഓവർ ദ ബാൻഡ് വരില്ലേ, അതില് ഞാൻ ട്രൈ ചെയ്തിരുന്നു. ഞാനൊരു 8 ലെവൽ വരെ ഒക്കെ എത്തി. പക്ഷെ അതിന് മാക്സിമം ആദ്യം തന്നെ ChatGPT യൂസ് ചെയ്തിട്ട് ലൈക്ക് അതിന്റെ ലിനക്സ് കമാൻഡ്സ് മൊത്തം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതിപ്പോ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ലിനക്സ് കമാൻഡ്സ് പഠിച്ച് തീരാൻ പറ്റും. പ്രാക്ടീസ് ആണല്ലോ. അതിപ്പം പറഞ്ഞാല് എന്താ നമുക്ക് ഇപ്പം ഓവർ ദ വേറിന്റെ ചെയ്യാന്ന് പറഞ്ഞാല് അത് ഓരോരുത്തരും നിങ്ങൾ ഇടുന്ന എഫോർട്ട് പോലെയാണ്. ഇപ്പം ചില ആൾക്കാർ ഇത്ര വലിയ എഫോർട്ട് ഇടാറില്ല. ഇപ്പം അത് ചിലത് നിങ്ങളിപ്പോ ക്ലാസ്സിൽ ഇവിടെ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ കൂടെ പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ സുഖമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നിങ്ങൾ എഫോർട്ട് ഇടണം. ഫസ്റ്റ് മെയിൻലി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ തിയറി അല്ല, പ്രാക്ടിക്കലാണ്. സോ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ കാര്യമില്ല, തിയറി എന്തോ ഒക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല.
ഇറങ്ങിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല, അത് ഉറപ്പാണ്. തിയറി മാത്രം അറിഞ്ഞു, തിയറിയും പ്രാക്ടിക്കലും അങ്ങനെയുള്ള കാര്യമല്ല പറയുന്നത്. തിയറി മാത്രം അറിഞ്ഞാൽ അത് ജോലി കിട്ടില്ല. കാര്യം പ്രാക്ടിക്കലി സ്കില്ല. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് വെച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കളീനൊക്കെ ഇൻസ്റ്റാളേഷൻ കാണിച്ചു തരാം. സാർ ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിച്ചത് എവിടുന്നാണ്? അങ്ങനെ വർക്ക്ഷോപ്സിനൊക്കെ പോയതോ പഠിച്ചത്? പറഞ്ഞ ക്ലിയർ ആയില്ല. സാർ ഈ കോഴ്സ് സൈബർ സെക്യൂരിറ്റി കോഴ്സ് എവിടുന്നാണ് പഠിച്ചത്? എങ്ങനെ വർക്ക്ഷോപ്സിനൊക്കെ പോയോ? അങ്ങനെ പഠിച്ചതെന്ന് പറയാം. ഇപ്പം നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയും പോയി പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സെൽഫ് സ്റ്റൈം ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കേസിൽ പറയാന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് സെൽഫ് സ്റ്റൈം ആണ് ചെയ്തിരുന്നത്. കുറച്ച് സ്റ്റാർട്ടിങ് സെൽഫ് ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയി കിട്ടണമെന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഇതിലേക്ക് പെട്ടെന്ന് അത് കിട്ടണമെന്നില്ല. അപ്പോൾ എൻ്റെ കേസിൽ പറഞ്ഞാൽ എനിക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് എന്നാലും ഒരു 2 months കോഴ്സ് എന്താ റെഡ് ടീമിലായിരുന്നു ചെയ്തിരുന്നത്. റെഡ് ടീം ഹാക്കേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഏകദേശം ഒരു 2 months കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. മാത്രമേ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചത്. ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട് ട്രൈ ഹാക്ക് ഹാക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് വേറെ ഉണ്ട്, മറ്റുമുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ യൂട്യൂബ് ഉണ്ടാവും ഇഷ്ടംപോലെ. സോ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ടാലിനിക്സ്. ടാലിനിക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഇതിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാളർ ഇമേജ് കൊടുക്കുക. സോ ഇതിൻ്റെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിടപ്പുണ്ടാവും. എന്താ റെക്കമെൻഡ് എന്നും പറഞ്ഞ് കിടപ്പുണ്ടാവും. കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ക്രീനിൽ? ഓക്കെ അല്ല? ഓക്കെ അല്ലേ? അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇതും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ VMwareൻ്റെ ആണ്. VMwareൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ VMwareൻ്റെ ഇപ്പോൾ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. നോക്കട്ടെ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VMware ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് VMware ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വെർച്വൽ ബോക്സ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ നമ്മൾ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം എന്താ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ള ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഞാൻ ഒരാളൊരു ലിങ്ക് ഷെയർ ചെയ്തില്ല. നിങ്ങൾ അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VMware Pro തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ ബെറ്റർ. പിന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൻ്റെ ഓക്കെ അല്ലേ? പറയുന്നതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? കാളീനൊക്കെ തന്നെ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കാളീനൊക്കെ ബെറ്റർ. ഇപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റിയുടെ ഓൺലി യൂസ് ചെയ്യുന്ന കാളീനൊക്കെയാണ്. പിന്നെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഞാൻ കിട്ടുന്നുണ്ടോയെന്ന് നോക്കട്ടെ. കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ നോക്കാം. ഓക്കെ, ലിനക്സ് വേണമെന്ന് ചോദിച്ചാൽ ലിനക്സാണ് കോമൺലി നമ്മൾ സൈറ്റ് സെക്യൂരിറ്റി യൂസ് ചെയ്യുക. ലിനക്സ് അല്ലേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. സോ ലിനക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ടൂൾസ് ഒക്കെ നമുക്ക് അത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. സോ ലിനക്സ് ആയിട്ട് ബെറ്റർ ഓപ്ഷൻ.
നമുക്ക് കളീനത്തിൽ തന്നെ ചെയ്യാം. എങ്ങനെ ഉബുണ്ടു എങ്ങനെ യൂസ് ചെയ്യുന്ന? ഡ്യുവൽ ബൂട്ട് ചെയ്തിട്ടാണോ അതോ ഇതേപോലെ വെർച്വൽ ബോക്സ് വെച്ചിട്ടാണോ? ഉബുണ്ടു മാത്രം വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഷെയർ ചെയ്യുന്ന ലിങ്ക് കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ അത് നോക്കട്ടെ, ആ ലിങ്ക് വർക്കിംഗ് ആണെന്നുള്ളത്. കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇത് വർക്കിംഗ് ആണ്. ഞാൻ ഓക്കെ തരാം. ഓക്കെ, എന്തെങ്കിലും വേറെ ടൈപ്സ് ഉണ്ടോ? ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഔട്ട്സൈഡ് ഉണ്ടെങ്കിൽ ചോദിച്ചു അതിന്റെ ഓക്കെ, കാര്യം കൂടെ ചോദിക്കാം. എനിക്ക് ചോദിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ വളരെ സിമ്പിളായിട്ടായിരിക്കും പറയാം. അത്ര എന്താ പറയാ ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്യാതെ മാക്സിമം സിംപിളി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഞാൻ പറയാറ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണോ അതോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്ത് വേണം പറയാൻ? സോ അത് നിങ്ങൾ പറ. കാര്യം വെച്ചാൽ ഞാൻ കോമൺലി ക്ലാസ് എടുക്കാൻ പോകുന്ന എല്ലായിടത്തും എന്നോട് പറയാറ് പിള്ളേർ മാക്സിമം സിമ്പിളായിട്ട് പറയാനാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സിമ്പിളായിട്ടാണ് പറയാറ്. അതുപോലെ തന്നെ എനിക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് പറയാം. അത് നല്ലതായി എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റും. മുനീറ ഓക്കെ അല്ലേ? ഈ ഒരു ഫോർമാറ്റ് ഓക്കെ അല്ലേ? എന്നാ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുമല്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നമ്മുടെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലാസ്സിൽ ചോദിച്ചു പോവുക. ഇനി ക്ലാസ്സിൽ ചോദിക്കാൻ പറ്റുന്നില്ല ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഗ്രൂപ്പിലുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ആരും വിളിക്കണ്ട. കോൾ ഞാൻ എടുത്തിട്ടില്ല, തിരക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ഓക്കെ. അതും പറഞ്ഞ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ ക്ലാസ്സിൽ മാക്സിമം ഡൗട്ട് ക്ലാസ്സിൽ ചെയ്യുന്ന ചോദിച്ചു. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് പറയാം. എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒരാൾ എന്താ പറയാമോ? ഓ, എനിക്ക് ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് ഞാൻ കുറേ സൈബർ സെക്യൂരിറ്റിക്ക് ലൈക്ക് റോഡ് മാപ്പ് നോക്കുക, ഓരോ സൈറ്റ് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അതും ഇന്ററാക്റ്റീവ് ആയിട്ട് ഈ സെക്ഷൻ ഡീൽ ചെയ്യാതെ ലൈക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നു. ലുക്കിംഗ് ഫോർവേഡ്. യാ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ലിഫ്റ്റാ വൈൻഡപ്പ് ചെയ്യാം. ലിഫ്റ്റ് ആയിക്കോ. നാളെ കാണാം.